എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനകോടി നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് റോമിയോ ലോറൻസ്. ഞാൻ പറവൂരിൽ നിന്ന് വരുന്ന കൂട്ടുകാട് ഇടവക. ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് മൊബൈലുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല ഞാൻ. എന്നുവെച്ചാൽ മൊബൈലിൽ കൂടുതൽ കളിക്കുവാനുള്ളൊരു ബന്ധമില്ല. യാദൃച്ഛികമായിട്ടാണ് എൻ്റെ കയ്യിൽ മൊബൈൽ യൂട്യൂബ് ഓണാവുന്നത്. അപ്പോൾ അന്നേരം ഞാൻ കാണുന്നൊരു ദൃശ്യം എന്ന് പറഞ്ഞാൽ, നായിക്കുമ്പുറം അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ കാണാൻ അപ്പോഴും എൻ്റെ മനസ്സിലൊന്ന് അച്ഛനെ ഒന്ന് കാണണമല്ലോ. ഇതിന് മുമ്പ് ഞാൻ അച്ഛനെ കാണാൻ ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇവിടെ വരുന്നത്. അച്ഛനിവിടെ കൃപാസനത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആ മാതാവിനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഉടമ്പടിയിൽ ലൈൻ നിൽക്കുന്നു. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് ശരിക്കും സത്യം പറയാൻ അറിയണ്ടായില്ല. അങ്ങനെ ശരി, ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് കൗണ്ടറിൽ വന്നു, ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഈ രണ്ട് കൈയും വണ്ടി ഒരു 10 മിനിറ്റ് കൂടുതൽ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഡ്രൈവ് ചെയ്താൽ എനിക്ക് രണ്ട് കൈയും മിക്കവാറും പെരുക്കും. ഈ 10 മിനിറ്റിന് മുമ്പായിട്ട് തന്നെ വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കും. കൈയുടെ പെരുപ്പ് മാറിയതിനു ശേഷമായിരിക്കും വീണ്ടും വണ്ടി കൊണ്ടുപോവുക. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. രണ്ട് മുട്ടുകാലിനും പേരുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇത് രണ്ട് പ്രശ്നമാണുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകുമ്പോഴെനിക്ക് റെയിലിൽ പിടിച്ച് കയറാതെ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. ഒരു കണക്കിന് റെയിൽ പിടിച്ച് മേളിൽ കയറിയത്. റെയിലിൽ പിടിച്ച് മേളിൽ കയറി ഉടമ്പടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ആ നിമിഷം ആ ഒരു നിമിഷം തന്നെ ഈ കാലിൻ്റെ പെയിൻ മാറിക്കിട്ടി. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ഒരു കണക്കിന് ഇവിടുന്ന് പോയാൽ മതി എന്നായി. എന്നുവെച്ചാൽ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. സ്മോക്കർ എന്നാണ് ആൾക്കാർ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അങ്ങനെ സിഗരറ്റ് വലിക്കണമല്ലോ. പെട്ടെന്ന് എങ്ങനെയാലും ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. ഇവിടുന്ന് ഞാൻ ഇറങ്ങി പുറത്ത് ചെന്നിട്ടെങ്കിലും വണ്ടി എടുത്ത് കഴിഞ്ഞ് സിഗരറ്റ് മേടിക്കാനായിട്ട് ചെന്നിട്ട് മനസ്സ് മടിച്ചേ, സിഗരറ്റ് വേണ്ട, സിഗരറ്റ് വലിച്ചില്ല, വണ്ടി വിട്ടുപോയി. അത്രയും ദൂരം ഓടിയിട്ട് എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായി, ഇതെന്താണ്ട് പ്രശ്നമാണ്. കൈയുടെ പ്രശ്നം ഇത് മാറി കിട്ടി. കാലിനത് മാറി, കൈയുടേത് മാറി. അങ്ങനെ ഈ രണ്ട് സ്വഭാവം മാറി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉടമ്പടിയിൽ റെഗുലർ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂ ചെയ്ത് ഇന്ന് വരെ, ഈ നിമിഷം വരെയും ഉടമ്പടിയിൽ യാതൊരു പാഴ്ചകളും ദൈവം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചിട്ടില്ല. ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഉടമ്പടിയിൽ ഇന്നിവിടം വരെ വന്നെത്തി ഞാൻ. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു കൃപയാണ് ഏറ്റവും വലുത്. പിന്നെന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ അച്ഛൻ്റെ വചനം കേൾക്കാനായിട്ട് ഒരു ബ്ലൂടൂത്ത് മേടിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ അത് സംഭവം കേടായിപ്പോയി. കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് കേടാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മറ്റൊരു സംഭവം പെട്ടെന്ന് ഓടി വന്നു. അച്ഛനും എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പിന്നെ അച്ഛന് മാതാവ് വചനം കാണിച്ചു കൊടുത്തില്ല, വചനം പറഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ടാണ് അൾത്താരയിൽ കയറാൻ ലേറ്റ് ആവുന്നത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അതിന് സ്റ്റഡലിയാണ് ആൻസർ കൊടുത്തത്. പിന്നെ അച്ഛനും ബൈബിൾ നോക്കി വചനം വായിച്ചാൽ പോരായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി ഒരു ഡേഞ്ചറാണ്. കട്ടിങ് മെഷീനിൽ ഗ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനായിരുന്നു. പെട്ടെന്ന് ഈ എൻ്റെ അടുത്ത കയ്യിൽ 2 ഫിംഗറിലും ഈ കട്ടിങ് വീലോടി ഞാൻ കയറി, കൈ 2 മുറിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മുട്ടുകാൽ ഉന്തുകാലിലാണ് ഇരുന്നത്. ആ ഒരു കാലിന് റൈറ്റ് ലെഗിൽ ബാക്ക് സൈഡിൽ ഈ വലുപ്പത്തിൽ അങ്ങ് വീർത്ത് കാലങ്ങ്. ഞാൻ മനസ്സിൽ ഇത് എന്തുകൊണ്ട് പണിയായല്ല. മാതാവിനോട് 100 വട്ടം ഞാൻ മാപ്പ് പറഞ്ഞു. ആ സെക്കൻഡ് തന്നെ ഞാൻ ഈ റാലി കഴിഞ്ഞ് പോയതായി, ലാസ്റ്റിലെ റാലി കഴിഞ്ഞ് പോയതിന് ശേഷം ഉണ്ടായ സംഭവം എന്നെ കാണിച്ചത്. അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ മാതാവിനോട് മാപ്പ് പറഞ്ഞിട്ടും മാറുന്നില്ല. അച്ഛനെ വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ കാണാനും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാനത് മാതാവിനോട് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ദിവസം ഈശോയെ കാണുന്നത്. ഈശോയുടെ കുരിശിൻ്റെ വീട്ടിലൊരു കുരിശുരൂപമുണ്ട്. കുരിശുരൂപത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഈശോയെ കാണുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുക കണ്ണൊക്കെ തിരുമ്പി നോക്കിയിട്ടൊന്നും ഇല്ല, അച്ഛനോ അവിടെ ഉണ്ട്. ഈശോയായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഒരു അച്ഛൻ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ജോസഫ് പിന്നെ അത് അറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പത്രം കൊടുത്തതിൻ്റെ ബാക്കി കൊണ്ടുപോയിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പത്രമായിട്ട് ഇറങ്ങിയത്. പക്ഷേ അവിടെ നിന്ന് തന്നെ വഴി ഹോസ്പിറ്റലിൽ ഇന്നുവരെയും പോകാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകാൻ എന്തോ അനുവദിക്കാത്തേ ആയിരിക്കാം, അറിയത്തില്ല. അപ്പോൾ ഞാൻ വീടുകളിൽ തന്നെ പോവുകയാണ്. വീടുകളിൽ രോഗികളെയും കാണുന്നത് വീടുകളിൽ പോയി തന്നെയാണ്. അപ്പോഴെന്നെ വഴി മാറ്റി
വിട്ടിരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വഴി തെറ്റിപ്പോയി, ഹോസ്പിറ്റലിൽ പോയ റൂട്ട് മാറിപ്പോയി. അവിടെ ചെന്ന് പെട്ടത് ഒരു നമ്മുടെ എന്താ പറയുക, ഒരു അകത്തോട്ടുള്ള പോക്കറ്റ് റോഡുകളാണ് കംപ്ലീറ്റും. അവിടെ ചെന്ന് ആ വീടുകളിലൊക്കെ ഇങ്ങനെ കൊടുത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോഴീ ഉടുപ്പൊന്നും ഇല്ലാത്ത സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു സിസ്റ്റർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് ആൾ ബാത്റൂമിൽ വീണിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുള്ളിക്കാരോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരി കൃപാസനത്തെ പറ്റി കേട്ടിട്ടില്ല. വർഷങ്ങളോളം അവർ ഈ ഉടുപ്പിലും ജോലി ചെയ്തിട്ട് അവർ തലയ്ക്ക് ഹെഡിൽ എന്തോ പെയിനായിട്ട് അവർ അങ്ങനെ കിടപ്പലാൾ. അപ്പോൾ ഞാൻ പത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞ്, ഞാനിത് സംഭവം ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അന്നേരം പറഞ്ഞത്, മോനെ അത് അച്ഛനൊന്നുമല്ല, അത് ഈ തമ്പുരാൻ കർത്താവാണ്, നിൻ്റെ മുന്നിൽ വിട്ടിട്ട് നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറയും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ആലോചിക്കാതില്ല, അച്ഛന്മാരങ്ങനെ മുടി വളർത്തി കണ്ടിട്ടില്ലല്ലോ. ഇത് ഈശോ ഇത്രയ്ക്കിപ്പോൾ മൂടിയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈശോ തന്നെയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കിടക്കും. ഒരു 10 മിനിറ്റ് അവിടെ തന്നെ കിടക്കും. അതുപോലെ ഒരു ദിവസം ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ചയിൽ അതേപോലെ തന്നെ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് വീട്ടിലെ പെണ്ണുപിള്ള ചായ ഇട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എഴുന്നേക്കാലൊന്ന് വെച്ച് അവിടെ കിടന്നു. അപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ നീലാകാശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഓസ്തി ഇറങ്ങി വരുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് കിടക്കുമ്പോഴും വീട്ടുകാർ വന്നിട്ട് വിളിച്ച് ചായ കുടിക്കാൻ പോകാൻ പള്ളിയിൽ പോകാൻ സമയമായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ അച്ഛനോട് ഇങ്ങനെ 100 വട്ടം മാപ്പ്, അച്ഛനോട് മാതാവിനോട് 100 വട്ടം മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ കാലിൽ നിന്ന് ഈ സംഭവം മാറി കിട്ടിയത്. അത് തന്നെയല്ല, ഞാൻ രോഗികളുടെ അടുത്ത് പോകുന്ന സമയത്ത് മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒന്നിൽ ഞാൻ കൃപാസന ആൾത്താരെയാണ് മിക്കവാറും കാണുക. കണ്ണടിച്ച് കഴിഞ്ഞാൽ കാണുന്ന കൃപാസന ആൾത്താരെയും അച്ഛനെ ആയിരിക്കും രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ. ചിലരടുത്ത് ചെല്ലുമ്പോൾ മാതാവ് അടുത്തുള്ളതായിട്ട് തോന്നും. ചിലരടുത്ത് ചെല്ലുമ്പോൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്കുള്ള വീടുകളിൽ മിക്കവാറും എനിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും തോന്നുക. ഒന്നുകിൽ അവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ കൂടെ വലിയ ഇതുണ്ടാകാത്തതുകൊണ്ട് അങ്ങനെ എന്തോ ആയിരിക്കാം. പക്ഷേ എന്നിട്ട് ചിലപ്പോഴും പോകും, ചിലപ്പോഴും പോകാറില്ല. അങ്ങനെയുള്ള വീടുകളിൽ അധികം ഒഴിവാക്കാറാണ് പതിവ്. ഇതാണ്. പിന്നെ മാതാവിനെ ഞാൻ പല സ്ഥലങ്ങളിലും വച്ച് പല രീതിയിലും പല വേഷത്തിലും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കടയുടെ ചായകളുടെ സൈഡിൽ വെച്ച് തന്നെ ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു മാതാവാന്ന്. ഒരു 12 വയസ്സിൽ തുടങ്ങിയ ഒരു സ്മോക്കിങ്, ആ സംഭവം ഇവിടുന്ന് ഇറങ്ങിയപ്പം തന്നെ അത് മാറിക്കിട്ടി. ഇന്ന് വരെ ആ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഡ്രിങ്ക്സ് അങ്ങനെ ഉപയോഗിക്കാറുണ്ടായില്ല. അതൊരു ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 84 കറക്റ്റ് 84 ഞാൻ ആ കള്ളുകൂടി നിർത്തുന്നത്. അത് ഒരൊറ്റ ബ്രേക്കായിരുന്നു, അത് നിന്ന് പോയി. പക്ഷേ സിഗരറ്റ് വലി മാത്രം എന്നിൽ നിന്നും വിട്ടു മാറുന്നുണ്ടായില്ല. ആ മാതാവും അത് മാറ്റി തന്നു. എൻ്റെ മാതാവ് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരൊറ്റ വിശ്വാസമാണ്. എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 2000 രൂപയുടെ പത്രം എങ്ങനെയായാലും ഞാൻ എടുക്കും, ഏറ്റവും ചുരുങ്ങിയത്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലെത്തത്തുള്ളൂ. അന്ന് ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ആയിരിക്കും നിൽക്കുക. ഞാൻ പറയും, മാതാവേ ഇന്ന് തന്നെ ഈ പത്രം എനിക്ക് കൊടുത്തു തീർക്കണേ പറഞ്ഞു. ഇവിടുന്ന് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ വണ്ടി ഓടി എത്തണം, പറവൂർ എത്തണം, വേണ്ട 100 കിലോമീറ്റർ കൂടുതലുണ്ട്. പിന്നെ ഇതെല്ലാ വീടുകളിലും കൊണ്ട് എത്തിക്കുകയും വേണം. പിന്നെന്താ പറയുക, എൻ്റെ അടുത്തൊരു പഴയ ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബൈക്ക് ഒരു ദിവസം വഴിയിൽ ഇവിടെ വന്നതിന് ശേഷമായിരുന്നുണ്ട് വക്കിയൊന്ന് കേടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു വണ്ടി വേണമല്ല, ഈ വണ്ടി കൊണ്ട് എത്ര ആൾ ഓടും, പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് EMI വണ്ടി കിട്ടത്തുമില്ല. എന്നുവെച്ചാൽ ഏജ് അധികം ആയതുകൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടാൻ വഴിയില്ല. അങ്ങനെ എന്തു പറ്റുന്ന ഒരു ദിവസം വെറുതെ ഒന്ന് കടയിൽ ചെന്ന് ട്രൈ ചെയ്തു. അവർ ഇല്ല കുഴപ്പമില്ല വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് ആ കടക്കാരൻ പറഞ്ഞെങ്കിലും നമുക്ക് EMI കടക്കാരൻ ഇവർ സമ്മതിക്കണ്ടേ. അപ്പോൾ അവർ ഒരാൾ പറഞ്ഞ് വണ്ടി തരാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഏജ് ചോദിച്ചപ്പോഴും പറഞ്ഞ് പറ്റത്തില്ല, ഇത് ഏജ് ഓവറാണ്, അവിടെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറഞ്ഞ് വേറെ ആളിനെ വിളിക്കാമെന്ന് പറഞ്ഞു. വേറെ ആളിനെ വിളിച്ചു. അതിനുശേഷം ആൾ വന്നിട്ട് വണ്ടി എടുത്ത് പറഞ്ഞു കുഴപ്പമില്ല വണ്ടി തരാമെന്ന് പറഞ്ഞു. വണ്ടി ആൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു, ബുള്ളറ്റ്. ആ വണ്ടി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊണ്ട് അച്ഛനെ കാണാനൊന്നും പറ്റില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് താക്കോൽ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. മാതാവ് എനിക്ക് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ആ വണ്ടി കൈ കിട്ടിയിട്ട് 2 വർഷമായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക. അതുമല്ല, ഞാൻ കുമ്പസാരവും പള്ളിയും എല്ലാം ഉപേക്ഷിച്ച് പോയത് ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കും ശരിക്കും അറിയത്തില്ല. ഒരു 40 വർഷത്തിൽ കൂടുതലായി ഞാൻ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ കുമ്പസാരിക്കുകയോ ചെയ്തിട്ട് കുർബാന പോലും സ്വീകരിക്കില്ലായിരുന്നു.
എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒന്ന് വെളിനാട്ടിലായിരുന്നു, ഡൽഹിയിലായിരുന്നു. പല ജോലി തിരക്കിലാകാം, അല്ലെങ്കിൽ മറ്റെന്തോ എങ്ങനെയോ സംഭവം എൻ്റെ കൈ വിട്ടുപോയി. അമ്മ മാതാവിനെ ഈശോയും എൻ്റെ കൈ വിട്ടുപോയി. ഞാനിവിടെ വന്നതിൽ പിന്നെയാണ് എനിക്ക് ഇത് മൊത്തം എൻ്റെ കയ്യിൽ വന്നെത്തുന്നത്. ഈശോ വരുന്നതും അമ്മ മാതാവിനെയായാലും കുർബാന എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, എല്ലാ ദിവസവും കുമ്പസാരിക്കുക. എല്ലാ ദിവസമല്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം പോവും. കുമ്പസാരമൊക്കെ കഴിച്ചിട്ടാണ് വരിക. ബൈബിള് ഒരു മണിക്കൂർ എങ്ങനെയായാലും ചുരുങ്ങിയത് വായിച്ചിരിക്കും. ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ സമയം കിട്ടുമ്പോഴേ അത് കൂടാറുള്ളൂ. കാര്യം ജോലി സ്ഥലത്ത് ഡെയിലി ബ്രെഡ് കേൾക്കാൻ പറ്റും. രണ്ട് ടൈമിംഗ് ആണ്. 5:30 എഴുന്നേക്കണം ഒന്ന്. എന്നാലും സമയം കിട്ടുമ്പം ഡെയിലി ബ്രെഡ് കൂടാറില്ലെന്നല്ല, കൂടാറുണ്ട്. എല്ലാ ദിവസവും ചിലപ്പോൾ പറ്റാതെ വരും. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരവും എല്ലാ പ്രാർത്ഥനകളും കൂടാറുണ്ട്. കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു കുടുംബത്തിൽ അവർ ഉടമ്പടിക്ക് എന്നുള്ളൊരു ജീവിതമായി. ഭാര്യയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്. പുള്ളിക്കാരിക്ക് ഇത്രയും ദൂരം കൂടി നിന്ന് വരാൻ പറ്റത്തില്ല. ശരിക്കും ഒരു ഉടമ്പടി ജീവിതം എന്ന പോലെയാണ് ഇപ്പം ജീവിതം പോകുന്നത് തന്നെ. എൻ്റെ അമ്മ മാതാവിൻ്റെയും എൻ്റെ ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളത് ഒരു ധൈര്യം. ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. ആരും ഇല്ല, പക്ഷേ എൻ്റെ കൂടെ അമ്മ മാതാവുണ്ട്, എൻ്റെ ഈശോയും കൂടെയുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ജീവിതം പോകുന്നു. ജീവിതം ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും പ്രേക്ഷിത പ്രവർത്തനം ഇതോടെ ജീവിച്ച് തീരണമെന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. എല്ലാം എൻ്റെ മാതാവും എൻ്റെ ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറഞ്ഞു. ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. ഇതാണ് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി അനുതപിച്ച് സന്തോഷത്തോടെ അനുതാപത്തോടെ പരിശുദ്ധ അമ്മയുടെ ഈശോയിലേക്കും തിരിച്ചു വരാനുള്ള ഒരു വലിയ പദ്ധതിയാണ് കൃപാസനം ഉടമ്പടി. ഉടമ്പടിയിലൂടെ ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ എവറിഡേ ലൈഫിൽ ഒരു പുതിയ ഒരു ഉണർവാണുള്ളത്, ഒരു ഉയർച്ചയാണുള്ളത്. ഈ വഴിയിലൂടെ പോകാത്ത വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന കൃപാസനം അമ്മയാണ്. നമ്മുടെ ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാവാം, രോഗങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം. എന്തു തന്നെ ആയാലും നമ്മളെല്ലാം എപ്പോഴും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ അറിയാത്ത വഴികളിൽ സഞ്ചരിക്കാനും ഇപ്പോൾ പേടിക്കേണ്ട. കൃപാസനം ഉടമ്പടിയിൽ നാം നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ കരം പിടിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ ജീവിതവും പലപ്പോഴും പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. റോമിയോ ലോറൻസിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.